ഇദ്ദയുമായി ബന്ധപ്പെട്ട എനിക്കത്തെ മസ്അലൈറ്റിക്കട് ക്ലാസ്സിൽ വിശദീകരിച്ചുകൊണ്ട് വന്നേ. അതായത് ഒരു പെണ്ണുടെ ശുബഹത്ത് മുഖേനമ അല്ലണ്ടെങ്കിൽ തൊലാഖ് മുഖേന ഇദ്ദ അത് ഹൈലാവൊരു പെണ്ണുണ്ടെങ്കിൽ 3 ഖർആറ്റിക്കട്, അതായത് 3 ശുദ്ധി. അല്ലണ്ടെങ്കിൽ ഹൈലാവാത്ത പെണ്ണ്, അല്ലണ്ടെങ്കിൽ ഹൈലെടുത്തിട്ട് നിരാശയായ പെണ്ണ് എന്നുണ്ടെങ്കിൽ അവിടെ മാദത്തെ കണക്കുള്ള എനിക്കത്തെ 3 തിങ്കളായിട്ടിക്കർ. അപ്പോൾ ഒരു പെണ്ണ് കറുപ്പുഞ്ചിണ്ടായെങ്കിൽ അതെല്ലാവും പ്രസവിക്കലോട് കൂടെ ഏറ്റിക്കർ അവലെ ഇദ്ദ. ഇനി ഒമനിൻ ഖത ഹൈദുഹ, ഇനി ഒരു പെണ്ണുടെ ഹൈദ് നീണ്ടിട്ട് എന്നുണ്ടെങ്കിൽ ലം തസവ്വജ് അവള് പിന്നെ മങ്ങിലാവുക അവല ഹത്ത തഹിയദ അവളു ഹൈലാവെടുത്തോളൂ. സാധാരണ പെണ്ണ് ഹൈലാവറങ്കത്തെ പെണ്ണ് ആ പെണ്ണ് ഈ ഇദ്ദത്തെ ടൈമിലു ഇടയ്ക്ക് വെച്ചിട്ട് ഓലെ ഹൈല് നീണ്ടിട്ട് സ്റ്റോപ്പായിട്ട്, അതായത് കുറേ ടൈമായിട്ട് ഹൈലായിട്ടില്ല, 3 ഖർആനുണ്ട്, 3 ശുദ്ധിയാവണല്ലേ, ഇതായിട്ടില്ല, ഇടയ്ക്ക് വെച്ചിട്ട് ഹൈല് നീണ്ടിത്തോല്ലത് ഹൈലായിട്ടില്ല പെണ്ണുക്ക് എന്നുണ്ടെങ്കിൽ ആ പെണ്ണ് നെക്സ്റ്റ് ഹൈലാവരോട് തോലോ അവള് പിന്നെ മങ്ങിലാണ് കുത്തീറ ഔ തൈഅസ, അല്ലുണ്ടെങ്കിൽ അവള് ഹൈലിനെ തൊട്ട് നിരാശയാവണമെങ്കിലത്തെ ഏജ്, അതായത് പണ്ഡിതന്മാർ അറിയിക്കിട്ട് 62 വയസ്സ്. അപ്പോൾ 62 വയസ്സ് തോല പിന്നെ അവള് മങ്ങിലാവണ കുത്തീറ. സുമ്മത്താഴത്തദ്ദ, പിന്നെ അവള് 3 തിങ്കൾ ഇദ്ദതിക്കണം. അപ്പോൾ ഈ ചൊന്നെങ്കത്തെ മസ്അല, അതായത് ഉദാഹരണക്ക് ഇപ്പോൾ 16 വയസ്സിൽ മങ്ങിലാങ്കിത്തെ ഒരു പെണ്ണ് അവള് തൊലാക്കയത്ത്, പക്ഷെ 3 ഖർആയിട്ടില്ല, 3 ശുദ്ധിയായിട്ടില്ല, ഇടയ്ക്ക് വെച്ചിട്ട് അവളെ ഹൈല് നീണ്ടിത്തിൻ്റെ വരിക്കാം എന്നുണ്ടെങ്കിൽ ഓല് 62 വയസ്സ് തോല കാത്തിട്ട് പിന്നെ അവള് മങ്ങിലാവിടെ ചൊല്ലത് അതൊരു പ്രായോഗിക അല്ല. അതുകൊണ്ടിട്ടോ വഫിൽ ഖദീമി, ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻ്റെ ഖദീമിലുള്ള എനിക്കത്തെ ഒരു മസ്അലൈറ്റിക്കിട് ഏതുപോലെ കമാഹുവ മദ്ഹബ് മാലിക്കും അഹ്മദ്, മാലിക്കി മദ്ഹബും അഹ്മദ് റളിയല്ലാഹുവിൻ്റെ മദ്ഹബ് പ്രകാര അന്നഹ തതറബ്ബസു 9 അശ്ഹുരിൻ, അങ്ങനത്തെ പെണ്ണ് ഒലിമ്പോ തിങ്ങൽ അവള് പ്രതീക്ഷിക്കണം, എന്നെങ്കിലും അതിൽ ഗർഭ ഔടാണ്ട് അവൾ പ്രതീക്ഷിക്കണം. സുമ്മ താഴ്ത്തത്തു, അങ്ങനെ ഒലിമ്പോ തിങ്ങലായിൽ പിന്നെ 3 തിങ്കൾ അവളു ഇദ്ദതയിക്കണം, അതായത് ഇപ്പോൾ 1 വർഷത്തോളം അതായിട്ടിക്കിട് ഈ പെണ്ണുക്ക്. ഇത് ജദീദിലുള്ള എനിക്കത്തെ പിന്നെ ഖദീമിലുള്ള എനിക്കത്തെ മസ്അലയും അതേപോലെ മാലിക്കി മദ്ഹബും അഹ്മദ് റളിയല്ലാഹുവിൻ്റെ മദ്ഹബും കൂടി ഏറ്റിക്കരുത്. ഇത് എപ്പം ഇനി ഖതാ ഹൈദുഹ ബിഗൈരി ഇല്ലത്തിൻ തുഅറഫു, അവളുടെ ഹൈദ് നിൻ്റെത് അറിയപ്പെടുമെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം ഇല്ലാണ്ടായിട്ടിക്കണം. ഉദാഹരണക്ക് ഇപ്പം പാല് കൊടുക്കുന്ന ടൈമിൽ, മക്കൾക്ക് പാല് കൊടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഹൈദ് നിൽക്കുന്നുണ്ടോ ഹൈലാവല്, അങ്ങനെ എന്നുണ്ടെങ്കിൽ അവിടെ ഒലിമ്പത്തിങ്ങൾ കാക്കടല്ല, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉഷാറിലുണ്ടായി ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ ഹൈദ് നിൻ്റെ അത് കാരണത്തിൽപ്പെട്ടു. അപ്പം അങ്ങനെ ഉണ്ടായെങ്കിൽ അവിടെ നെക്സ്റ്റ് ഹൈലാവരോട് 3 തോലോടെ കാക്കണം. കാരണം അവൾക്ക് പിന്നെ ഹൈലാവാൻ സാധ്യത ഉണ്ടല്ലേ, ഇടയ്ക്ക് ഇതൊരു കാരണം ഉള്ളത് കൊണ്ടിട്ടല്ലേ ഹൈലാവാണ്ടിന്നെ. അതുകൊണ്ട് ആ പെണ്ണുണ്ടായെങ്കിൽ അവിടെ കാക്കണം, 3 ശുദ്ധി തോല കാക്കണം. അതല്ല, ഇത് കാരണം എന്തും ഇല്ലാണ്ട് ഒരു പെണ്ണുക്ക് ഹൈലായോണ്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒലിമ്പോ തിങ്കൾ തോലോ അവള് കാത്തി നിൽക്കണം, എന്നിട്ട് പിന്നെ 3 തിങ്കൾ ഇദ്ദതയിക്കണം. ഇതേറ്റിക്കട് അവളുകൊള്ളെങ്കത്തെ നിയമം. ഇനി വൽ മുതല്ലഖത്തു ഖബ്ല ദുഖൂലി, ഒരു പെണ്ണുക്ക് മങ്ങിലെത്തി, പക്ഷെ ശാരീരിക ബന്ധത്തിൽ ആ പെണ്ണുമായിട്ട് ബന്ധം പിന്നെ ഏർപ്പെട്ടിട്ടില്ല, ആ ഏർപ്പെടലേക്ക് മുന്നലെ മാപ്പിലായവനോ ആ പെണ്ണിൻ്റെ തൊലാഖ് ചൊന്ന എന്നുണ്ടെങ്കിൽ ഫല ഇദ്ദത അലൈഹ, ആ പെണ്ണുക്ക് അവിടെ ഇദ്ദില്ല, അവൾക്ക് അപ്പം എന്തൊക്കെ വേറെ നിക്കാഹ് ആവാം. അതായത് ഒരു പെണ്ണിടെ നിക്കാഹ് കഴിത്ത്, പക്ഷേ ആ ആണ് ആ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പെണ്ണിടെ ഇദ്ദ തൊലാഖ് ചൊന്നെങ്കിൽ ആ പെണ്ണുക്ക് അവിടെ ഇദ്ദ ഇല്ല. അപ്പോൾ ഇത്രത്തോളം വിശദീകരിച്ച് തൊലാഖ്, ഫസ്ഖ്, അതേപോലെ പ്രതിഫലം കൊടുത്തിട്ട് ഒരു പെണ്ണ് ഹൊല്ലു ആ കടങ്കത്തെ തൊലാഖായിട്ടിക്കട്.
ഇനി വഇദ്ദത്തുൽ വഫാത്തി, വഫാത്തിൻ്റെ ഇദ്ദ. ഇവിടെ ചൊമ്മ ആൽമാർക്ക് ചിലപ്പോൾ കൺഫ്യൂസ് ആവുന്നുണ്ട്. അതേപോലെ ഈ ഇദ്ദ തേക്കിയ ടൈമിൽ ആ പെണ്ണ് എങ്ങനെ വേണു, ആ വിഷയത്തിലും ചില സംശയ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയായിട്ട് നോക്കാം. വഇദ്ദത്തുൽ വഫാത്തി, വഫാത്തിൻ്റെ ഇദ്ദ. ഒരു മാപ്പിളായവന് മരിച്ചിട്ടെങ്കിൽ ആ പെണ്ണ് അവിടെ എത്ര നാൾ ഇദ്ദ തേക്കണോ, എങ്ങനെ ഇദ്ദ തേക്കണോ ഉണ്ടായിട്ട് ബിൽ വദഇ ഇൻകാന ഹാമിലൻ, ആ പെണ്ണ് കറുപ്പും ചേരുന്നാൽ ഗർഭിണിയായ പെണ്ണ്, ആ ഗർഭിണിക്കുമ്പോൾ കയറ്റിക്കിട് മാപ്പിള മരിക്കരുത് എന്നുണ്ടെങ്കിൽ ആ പെണ്ണ് പെറലോട് കൂടെ അവളെ ഇദ്ദ തീർന്നു. അതായത് ഉദാഹരണക്ക് ഇപ്പോൾ ഒലിമ്പോ നിങ്ങൾ നിറഞ്ഞ പെണ്ണിൻ്റെ പേരിക്കാം മാപ്പിള മറിച്ചിത്ത് അതിലെ പിറ്റേന്ന് അവൾ പെത്താൽ എന്നുണ്ടെങ്കിൽ അതോടുകൂടെ അവളെ ഇദ്ദ തീർത്ത്. അപ്പോൾ ഗർഭിണിയായ പെണ്ണുണ്ടായെങ്കിൽ പ്രസവിക്കലോട് കൂടെ ആയിട്ടിക്കിട്ട് അവളെ ഇദ്ദ, അവിടത്തോളായിട്ടിക്കിട്ട് അവളെ ഇദ്ദ. ഇല്ല അങ്ങനെ അല്ല ഉണ്ടായെങ്കിൽ ഫബി അർബഅത്തി അശ്ഹുരിൻ വഅശ്റത്തി അയ്യാമിൻ, 4 തിങ്കളും 14. അത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട പെണ്ണാവട്ടെ, ചെറിയ പെണ്ണാവട്ടെ, ഹൈലായ പെണ്ണാവട്ടെ, ഹൈലല്ലാത്ത പെണ്ണാവട്ടെ, തീരെ ഹൈലാവാത്ത പെണ്ണാവട്ടെ, ഏത് പെണ്ണായെങ്കിലും ശരി, കൂടെ ഗർഭിണി അല്ലാത്ത പെണ്ണുണ്ടെങ്കിൽ അവിടെ മാപ്പിള മറിച്ചുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് 4 തിങ്കളും 10 നാളും ബാധകമായിട്ടിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും വ്യത്യാസമൊന്നുമില്ല, ആർക്കുമില്ല. അപ്പം ഈ മാപ്പിള മറിച്ചപ്പ വതജ്ബു ഫീഹ, മാപ്പിള മറിച്ച ഇദ്ദത്തിൽ നിർബന്ധമായിട്ടിക്കിട് ഇഹ്ദാദ് നിർബന്ധമായിട്ടിക്കിട്, അതായത് ചടഞ്ഞ് തേക്കരുത് ചെന്നെങ്കിൽ വഹുവ, ഈ ഇഹ്ദാദ് ചെന്നിട്ടുണ്ടെങ്കിൽ തർക്ക് തതയ്യുബ്, കമ്മന ഉള്ളെങ്കത്തെ എല്ലാവും ആ ടൈമിൽ ഒഴിവാക്കണം. അതായത് സെൻറ്റിടണക്ക് തീറ, കമ്മന ഉള്ളെങ്കത്തെ ഭക്ഷണ, അതേപോലെ ചോറ അല്ലുണ്ടെങ്കിൽ കുടിക്കരുത, അതും ഉപയോഗിക്കണക്ക് തീറ. കുളിക്കുമ്പോഴത്തേക്കും നല്ല കമ്മന ഉള്ളെങ്കത്തെ സെൻറ്റ ഷാമ്പം ഇരുണക്ക് തീറ. അത് തടിക്കാവട്ട് അല്ലെങ്കിൽ ഡ്രസ്സുകാവട്ട് അല്ലാണ്ടെങ്കിൽ ഭക്ഷണ സാധനത്തിലാവട്ട് കുടിക്കരുതിലാവട്ട് സുർമയിഡ്രവിടായെങ്കിലും ശരി കമ്മന ഉപേക്ഷിക്കണക്ക് നിർബന്ധമായിട്ടിട്ട്. ഇതേതിലും കമ്മന ഇക്കണക്ക് തീറ, അങ്ങനത്തെ അവസ്ഥ ഉണ്ടായെങ്കിൽ അവിടെ ഉപേക്ഷിക്കണം. വത്തസയ്യുനി ബിലുബ്സി മസ്ബൂഇൻ, കളർ മുഖ്യങ്കത്തെ ഡ്രസ്സ് ഇരണക്ക് തീറ, അതായത് ചന്ത കാണണമെങ്കിൽ ഡ്രസ്സ്. സാധാരണ ചില കളറിലുള്ള മുഖ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സ് നല്ല ചന്ത കാണ്ട്, അങ്ങനത്തേത്. അതിപ്പോൾ ഫാഷൻ ഡിസൈനായ ഡ്രസ്സായെങ്കിലും ശരി, അതായത് ആകർഷണീയമായ എനിക്കത്തെ ഡ്രസ്സ് ഉപേക്ഷിക്കണോ. ഒതർക്കുത്തഹല്ല നഹാറൻ, പോൽമന ആഭരണ ഇട്ടത് ഉപേക്ഷിക്കണം. പോൽമന അപ്പോൾ ജാമത്തെ, കാരണം ഇപ്പോൾ ആരും ബണ്ടിലല്ലേ, ആരും നോക്കില്ലേ, അപ്പോൾ ഇടണമെങ്കിൽ ഇടാം, തൊന്തരൊന്നുമില്ല, ജാവും. അപ്പോൾ പോൽമന ആൽമാരെല്ലാം കാണേണ്ടത് കൊണ്ടിട്ടു. അപ്പോൾ പോൽമന ഈ ആഭരണ വസ്തുവെല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് ഇടാണ്ടിക്കണം. വൽ ഇക്തിഹാൽ, അതേപോലെ സുർമ ഇട ലഗൈരി ഹാജത്തിൻ, എപ്പോൾ അതിന് ആവശ്യം തന്നെ സുർമ ഇട, ആവശ്യം ഇല്ലാണ്ട് സുർമ ഇടണമെങ്കിലും തീറ. കാരണം സുർമത്തിൽ ഒരു ചന്ത കാണല് സുർമ ഇട്ടിട്ടാൻ പറ്റുക, അതും സുർമ ഇടണമെങ്കിൽ തീറ. ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യത വേനായിട്ട് ഒരു ആവശ്യമുണ്ട്, അത് ഡോക്ടർ ചെന്ന കണ്ണട എന്തെങ്കിലും ഒരു കണ്ണട എഫക്റ്റ് ചെയ്ത് അപ്പോൾ ഡോക്ടർ ചെന്നാൽ സുർമ ഇടണുണ്ടോ എന്നുണ്ടെങ്കിൽ അവിടെ സുർമ ഇട്ടത് കൊണ്ടിട്ട് വിരോധമൊന്നുമില്ല. അല്ലാണ്ട് സുർമ ഇടണക്ക് തീറ, അത് ഉപേക്ഷിക്കണക്കും നിർബന്ധമായിട്ടിക്കറും. വൽ ഇക്തിഹാല്, സുർമ ഇടണക്കും തീറ, അതായത് സുർമ ഉപേക്ഷിക്കണക്കു നിർബന്ധമായിട്ടിക്കിട് ലിഗൈരി ഹാജത്തിൻ, ആവശ്യം ഇല്ലാണ്ട്. അപ്പോൾ ആവശ്യം എന്നിട്ടെങ്കിൽ ഈ കമ്മനില്ലാത്ത സുർമ ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് തൊന്തരൊന്നുമില്ല. വദഹിനി റസിൻ, തലക്ക് എണ്ണ ഇടരുത്, അതും തീറ, അതും ഉപേക്ഷിക്കണമെങ്കിൽ നിർബന്ധമായിട്ടിക്കരുത്. കാരണം തലക്ക് എണ്ണ ഇട്ടുണ്ടെങ്കിൽ മുടി ചന്ത കാണ്ട് കറുത്തിട്ട് കാണ്ട്, അപ്പോൾ അവിടെ എണ്ണ ഇടാണ്ടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടിക്കരുത്. വഹിദാബിൽ വജിഹി വൽ അത്റാഫി, മുഖത്തുക അല്ലെന്നുണ്ടെങ്കിൽ കൈക്കാലുക കളർ കൊടുക്കൂടെ, അത് മൊയിലാഞ്ചായെങ്കിലും ശരി, അല്ലെന്നുണ്ടെങ്കിൽ പൗഡറാ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മേക്കപ്പാ അതുപോലത്തത് എന്തായെങ്കിലും അതും തീറ, അതും ഹറാമായിട്ടിക്കറും.
അപ്പോൾ ഈ ചൊന്നതല്ല, അതായത് സുഗന്ധ വസ്തു ഉപേക്ഷിക്കണോ, നല്ല ചന്ത കാണ്ടെങ്കത്തെ ഡ്രസ്സും പോൽമത്തെ ആഭരണ ധരിക്കുന്നതും ആവശ്യമില്ലാണ്ട് സുറുമയിടുന്നതും തലയ്ക്ക് എണ്ണ ഇടുന്നതും മുഖത്തേക്കും കൈക്കാലക്ക് കളർ കൊടുക്കുക അല്ലെങ്കിൽ മേക്കപ്പ് ആക്കുന്നതും തീറ ഇതെല്ലാം ഉപേക്ഷിക്കണകു നിർബന്ധമായിട്ടിക്കറ്. ഇനി വഹല്ല തനദ്ദുഫ് ബിഗുസ്ലിൻ, ഇനി കുളിച്ചിട്ട് ഫ്രഷ് ആവുടെങ്കിൽ ആവാം, അത് തൊന്തരൊന്നുമില്ല, അത് ഹലാലായിട്ടിക്കറ്. ഒംതിഷാത്തു, അതേപോലെ ഒംതിഷാത്ത് മുടി ബാറേ, അത് എന്നിട്ടിട്ടേ ബാറുണ്ടൊന്നുമില്ലല്ലേ, അപ്പോൾ മുടി ബാറ അതിക്ക് വിരോധമൊന്നുമില്ല. വസ്തിഹദാദും, അതേപോലെ ചില ഭാഗത്തെ മുടി എടുക്കണം, ഉദാഹരണ തൊക്കിലയുടെ മുടി, അതേപോലെ ഗുഹിയറോമ, അതെല്ലാം എടുത്തിട്ട് ക്ലീൻ ആവാം, അതിക്ക് തൊന്തരൊന്നുമില്ല. വഖൽമി അൽഫാറിൻ, അതേപോലെ ഉഗുറെടുക്കടെ, വ അക്കുലു തമ്പുലിൻ, അതേപോലെ ബെത്തലെടുക്ക് തിന്നണമെങ്കിൽ ഒരു പെണ്ണിങ് ഉണ്ടായെങ്കിൽ ഇന്നത്തെ ടൈമിൽ തിന്ന അത് വിരോധമൊന്നുമില്ലേ. അപ്പോൾ ഇതെല്ലാം ഹലാലായിട്ടിക്കറ്. അപ്പോൾ ഇതെല്ലാം ചൊന്നത് മാപ്പിള മറിച്ച് ഇദ്ദത്തിലായിട്ടിക്കറ്. അപ്പോൾ ചില ആൾമാർക്ക് ഒരു ആചാരമുണ്ട്, ഈ മറിച്ചൊളിപ്പിന്ന ഒരു പെണ്ണ് ബെൽത്ത് ഡ്രസ്സ് ഇട്ടിട്ട് ആറും കാണാത്ത രൂപത്തിൽ റൂമിൽ ദയിക്കണുണ്ട്, അങ്ങനൊന്നുമില്ല. അതൊരു അപപ്രചാരമായിട്ടിക്കറ് ഇസ്ലാമിയുടെ മേൽ. അവലുകു ആ ടൈം പോലും ആകർഷണ ഇല്ലാത്ത എനിക്കത്തെ ഡ്രസ്സ് ചെയ്തും ഇടാം. അതേപോലെ സെൻട്ട ഇതുപോലത്തെ കമ്മനുള്ളത് ഉപയോഗിക്കണമെങ്കിൽ തീരാണ്ട് മാത്രമേ ചൊല്ല. അതായത് കാരണം അത് മുഖേന ചിലപ്പോൾ ലൈംഗികമായിട്ടുള്ള എനിക്കത്തെ ഒരു ആഗ്രഹ അവലുകു ബറു, അത് ബറാണ്ടിക്കണം കയറ്റിക്കട് ഇതെല്ലാം ചെന്നത്, അത് അവല് ഉപകാരത്തിൽ കയറ്റിക്കറ്. അപ്പോൾ ഈ ടൈമിൽ അവൾക്ക് ആരെ കാണാൻ തീരാ എന്തുമില്ല, മങ്ങിലവിടേക്ക് മുന്നൊരു അവൾക്ക് ആരെല്ലാം കാണുക ഹലാല് അങ്ങനെല്ലാം കാണാം, ആരെല്ലാം കാണുക ഹറാമോ അങ്ങനെ ഹറാമായിട്ടിക്കറ്. അതേപോലെ വെൽത്തെ ഡ്രസ്സ് ആവുണ്ടെന്തുമില്ല, ആകർഷണയില്ലാത്ത ഏത് ഡ്രസ്സും അവൾ ഇട്ടിട്ട് ഇത് ദയിക്കാം. അപ്പോൾ ഇതെല്ലാം ചെന്നത് മാപ്പിള മറിച്ച് ഇദ്ദത്തിലേറ്റിക്കിട്. വനുദിബ ഇഹ്ദാദുൻ ലിബാഇനിൻ ബിഖുൽഇൻ, അപ്പോൾ ഖുൽ മുഖേനമാ അല്ലെണ്ടെങ്കിൽ ഫസ്ഖ് മുഖേനമാ അല്ലെണ്ടെങ്കിൽ 3 തൊലാഖായിൽ പിന്നെ ഉള്ളെങ്കിൽ ആ ഇദ്ദത്തിൽ ഓലുകോ ഇങ്ങനെ ചറിഞ്ഞ് ദയിക്കണ, ഇതൊന്നും ഉപയോഗിക്കാണ്ട് ദയിക്കണ നിർബന്ധമുണ്ടാ, അതൊന്നുമില്ല. വനുദിബ സുന്നത്തൈറ്റിക്കറ്. ഇഹ്ദാദുൻ ഈ ചൊന്നെങ്കത്ത് ഈ ചടഞ്ഞ് ദയിക്കറ്. അതേപോലെ ഈ ഇഹ്ദാദ് ആർക്ക് സുന്നത്തൈറ്റിക്കറ് ലിബാഇനിൻ ബിഖുൽഇൻ, ഖുൽഉ കൊണ്ടിട്ട് അപ്പോൾ ബായിനായ തൊലാക്ക് ചൊന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ചെടുക്കണകോ ആവാത്ത പെണ്ണായിട്ടിക്കട്, ബായിനായ തൊലാക്ക് ചൊന്നുണ്ടെങ്കിൽ ബായിനായ പെണ്ണ് ചൊന്നുണ്ടെങ്കിൽ, അപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റിയതുണ്ടെങ്കിൽ റജഈൻ്റെ ചൊല്ലി. അപ്പോൾ ഹൊൽഉ മുഖേന ഉള്ളെങ്കത്തെ ഇദ്ദുണ്ടായെങ്കിൽ, ഹൊല്ലു ചെന്നുണ്ടായെങ്കിൽ ഒരു പെണ്ണ് മാപ്പിളക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തിട്ട് തൊലാക്കാക്കടേക്ക് ഹൊല്ലു ചൊല്ലി. അങ്ങനത്തെ പെണ്ണുണ്ടെങ്കിൽ ഔല്ല ഇദ്ദതിൽ ഇങ്ങനെ ചടഞ്ഞ് ദയിക്കണകു സുന്നത്തൈറ്റിക്കറ്. ഔ ഫസ്ഖിൻ അല്ലെങ്കിൽ ഫസ്ഖാക്കിങ്കത്തെ പെണ്ണ്, ഔ തൊലാഖിൻ സലാത്തിൻ അല്ലെങ്കിൽ 3 തൊലാക്ക് ചൊല്ലപ്പെട്ടെങ്കത്തെ പെണ്ണ്, ഔല ഇദ്ദത്തിൽ ഈ ചൊന്നതെല്ലാം സുന്നത്തൈറ്റിക്കട്. വലിയ റജഅയ്യത്തിൻ, ഇനി റജഅയ്യായ പെണ്ണുകും ഇത് സുന്നത്തൈറ്റിക്കട്. എപ്പ ലം തർജ ഔദതുഹു ബിതസയ്യുനിഹ, ഓല് ചന്തയുണ്ടെങ്കിൽ ഓല് ചന്തയിട്ടും കാര്യമില്ല, ഈ മനുഷ്യന്തും തിരിച്ചെടുക്കൽ പ്രതീക്ഷ എന്തും ഇല്ല, ഈ പെണ്ണ് എത്ര ചന്തയുണ്ടായെങ്കിലും അയാളെന്തും ഈ പെണ്ണിടൊന്നും തിരിച്ചെടുക്കില്ല, അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഉണ്ടായെങ്കിലും അങ്ങനത്തെ പെണ്ണും ആ ഇദ്ദത്തിൽ ഇഹ്ദാദ് സുന്നത്തായിരിക്കും. അതായത് ചണിഞ്ഞ് തയ്ക്കണം, അതായത് കമ്മനമ ചന്തചന്തത്യത ആഭരണമ ഉപയോഗിക്കാണ്ടിരിക്കരുത് സുന്നത്തായിരിക്കരുത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഈ ഇദ്ദത്തെ ടൈമിലുള്ള എനിക്കത്തെ ചിലവ് അതേപോലെ ദൈക്കനുകളുള്ള എനിക്കത്തെ വ്യവസ്ഥ, ചിലപ്പോൾ ഈ ഒരേ പെണ്ണുക്ക് 2 ഇദ്ദ ഒട്ടൊരുക്കെ ബന്ധങ്ക അല്ലെങ്കിൽ രണ്ടാളിൽ നിന്നിട്ടുള്ളെങ്കിൽ ഒരു യുദ്ധ ബന്ധമുണ്ടായെങ്കിൽ എന്തൊരാക്കണോ അതുമായി ബന്ധപ്പെട്ടത് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദീകരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.